അസ്സലാമുഅലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയൊന്ന് മുഴുവനായി കേട്ടു നോക്കൂ. പണ്ട് ഒരു സ്ത്രീ ഒരു പൂച്ചയെ വളർത്തിയായിരുന്നു. ആ പൂച്ചയെ അവൾ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. ചിലപ്പോൾ അവൾ പൂച്ചയെ ഭക്ഷണം പോലും കൊടുക്കാറില്ല. പാവം പൂച്ച. വിശന്നും ദാഹിച്ചും ആ പൂച്ച ദിവസങ്ങൾ കടന്നുപോയി. ആ പൂച്ച ആകെ മെലിഞ്ഞു. അതിൻ്റെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി. പല ദിവസങ്ങളിലും ആ സ്ത്രീക്ക് ദേഷ്യം വരുമ്പോൾ പൂച്ചയെ പുറത്തേക്ക് തള്ളിയിടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം തണുത്ത രാത്രിയിൽ ആ പൂച്ച തെരുവിൽ അലഞ്ഞു നടന്നു. ആ പൂച്ച ആ രാത്രി മുഴുവൻ അലഞ്ഞു നടന്നു. രാവിലെ ആയപ്പോഴേക്കും ആ പൂച്ച വീണ്ടും അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു. പക്ഷേ ആ സ്ത്രീ ആ പൂച്ചയ്ക്ക് രാവിലെയും ഒന്നും നൽകിയില്ല. ആ സ്ത്രീ ആ പൂച്ചയെ വല്ലാതെ ദ്രോഹിക്കുമായിരുന്നു. ആ പൂച്ചയ്ക്ക് ആ സ്ത്രീയെ കാണുന്നത് തന്നെ പേടിയായി. ആ സ്ത്രീയുടെ അയൽക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ സ്ത്രീയെ വഴക്കു പറഞ്ഞു. ആ സ്ത്രീയോട് അയാൾ പറഞ്ഞു, "ഈ പൂച്ച അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ഇതിനും വിശപ്പും ദാഹവുമൊക്കെ ഉണ്ടാവില്ലേ? കുറച്ച് കാരുണ്യം കാണിച്ചൂടെ?" അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, "എൻ്റെ പൂച്ച ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും." വീണ്ടും ആ പൂച്ചയെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട അയൽക്കാരൻ ഒരു ദിവസം ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു. അന്ന് ആ ദിവസം ആ പൂച്ച സമാധാനത്തോടെ കിടന്നു. അദ്ദേഹം എന്നും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു. തൻ്റെ വീട്ടിൽ അഭയം കൊടുത്തു. ഒരു ദിവസം ആ സ്ത്രീ പൂച്ചയെ തെരഞ്ഞ് അയൽക്കാരുടെ വീട്ടിലെത്തി. അയാളോട് തൻ്റെ പൂച്ചയെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഉറപ്പ് തരൂ. പൂച്ചയെ നന്നായി നോക്കുമെന്ന് ഉറപ്പ് തരൂ. ആ സ്ത്രീ സമ്മതിച്ചു. അത് ഒരു കള്ള വാഗ്ദാനമായിരുന്നു. അവൾ വീണ്ടും ആ പൂച്ചയെ കെട്ടിയിട്ടു ഉപദ്രവിച്ചു. അങ്ങനെ ആ പൂച്ച മരിച്ചുപോയി. ആ സ്ത്രീയുടെ ക്രൂരത കാരണം അവൾ നരകത്തിൽ പ്രവേശിച്ചു. ഇത് പൂച്ചയുടെ കഥ മാത്രമല്ല. ചെറിയ ക്രൂരത പോലും നമ്മളെ നശിപ്പിക്കും. ചെറിയ കാരുണ്യം പോലും നമ്മളെ സ്വർഗത്തിലാക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് ഒരു കരുണ കാണിക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും